ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജെആറിനെ പേടിക്കുന്നവരുടെ കണ്ണുകളുടെ ഭയം. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ജെആർ ഇവിടെ എന്തോ ആണ്. മേ ബി യുവർ പാസ്റ്റ്. എല്ലാവരുടെയും മനസ്സിലുള്ള കൺഫ്യൂഷൻ തീരുമല്ലോ. അമ്മ, ഇന്ന് ഹരിസാറും നിത്യയും തിരുമ്പി വരുമ്പോൾ കറക്റ്റാ തിരിയും അവരുടെ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന്. ഈ ആട്ടുംതോലിട്ട ചെന്നായ്ക്ക് അധിക കാലം പിടിച്ചു നിൽക്കാൻ പറ്റുകയല്ല. നിത്യയും ഹരി ഒന്നിച്ചു മുന്നിൽ നിൽക്കുമ്പോ അവന്റെ നിയന്ത്രണം അങ്ങ് വിടും. അവൻ അതനുസരിച്ച് പെരുമാറാൻ തുടങ്ങുകയും ചെയ്യും. എന്താ സുജാതെ, അത് ഉറപ്പല്ലേ? ജീവൻ എങ്ങനെ കേസിൽ നിന്നും രക്ഷപ്പെട്ടത്? ഭ്രാന്തനായി അഭിനയിച്ചുകൊണ്ട്. കോടതിയിൽ ആ ജയിൽ സൂപ്രണ്ട് പറഞ്ഞത് കേട്ടില്ലേ? ഭ്രാന്തനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്ന്. കോടതി വരെ അത് ശരിവെച്ചില്ലേ? അതിന്റെ പേരിൽ നമ്മൾ തോറ്റുപോയി. ആ അവനെ കുറിച്ചാണോ നമ്മളീ പറയുന്നത്? അമ്മ, நான் ஒன்னு கேட்கட்டுமா? அவர் இவ்வளவு ചെറിയ നാളുக்குள்ள കോടിയാണ് പണം കൂട്ടി വെച്ചിരിക്ക. അതില് നമുക്കൊരു ഡൗട്ട് இருக்குன்னு சொல்லி നമ്മളൊരു കംപ്ലൈന്റ് പോട്ടാ അത് മുടിയുമാ? എന്റെ ശരവണ, ഇത് രാഷ്ട്രീയമൊന്നും അല്ലല്ലോ മോനെ. ഒരാളുടെ സമ്പത്തിന്റെ പേരില് നമുക്ക് സംശയം ഉണ്ടെന്ന് കരുതി നമുക്ക് പത്രസമ്മേളനം നടത്താനോ കേസ് കൊടുക്കാനോ ഒക്കെ പറ്റുമോ? അല്ല, ഇനിയിപ്പോ അന്വേഷിച്ചു വരുമ്പോ ഇതൊക്കെ അവന്റെ കാശാണെന്ന് എന്താ ഉറപ്പ്? നമ്മളെ കൊടുക്കാൻ വേണ്ടിട്ട് അവൻ ഇൻചാർജ് ഏറ്റെടുത്തതാണെങ്കിലോ? ശരിയല്ലേ? അല്ല, അങ്ങനെയും വരാലോ. എന്തായാലും അവര് തിരിച്ചു വരട്ടെ. അവര് ജീവനെ കണ്ടാൽ എന്തെങ്കിലും ഒരു തെളിവുണ്ടാവും. അത് ഈശ്വരൻ കൊണ്ടുവന്ന് തരും. ഗുഡ് മോർണിംഗ് സ്വാമി. നിങ്ങൾ ഇരിക്കേ. കുടിക്കാൻ എന്ത് പറയണം? ഒന്നും വേണ്ട, ഞങ്ങൾ വന്നത് ജെആറിനെ കാണാനാ. ഞങ്ങൾക്ക് നേരിട്ട് സംസാരിക്കണം. ഒരു മിനിറ്റ്. കാണാൻ ജെആർ റെഡിയാണെങ്കിൽ അദ്ദേഹം തിരിച്ച് മെസ്സേജ് അയക്കും. നമുക്ക് നോക്കാം. സ്വാമിക്ക് ഈ ജെആറിനെ എത്ര കാലമായിട്ട് അറിയാം? അല്ല, ജെആർ ഇതിനു മുമ്പ് എവിടെയായിരുന്നു? ജെആർ എന്ത് ബിസിനസ്സാ ചെയ്തുകൊണ്ടിരുന്നത്? സി, ഈ സ്ഥാപനം ആരംഭിക്കുമ്പോൾ അതിന്റെ ചീഫ് അക്കൗണ്ടന്റായി എനിക്കൊരു പ്രപ്പോസൽ വന്നു. ടേംസ് ആൻഡ് കണ്ടീഷൻസ് നല്ലായിരുന്നു കൊണ്ട് ഞാൻ അത് ഓക്കെ പറഞ്ഞു. അല്ലാതെ ഇവരൊക്കെ ആരാണെന്നോ ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നോ എനിക്കറിയില്ല. ഞാനിത് 2ാം തവണ ജെആറിനെ കാണുന്നത്. ദീപിനൊരു പാർട്ട്ണറാണെന്നറിയാം. അല്ല, വേറെ ആരൊക്കെയാ ഉള്ളേ? നമുക്കും ചില കാര്യങ്ങൾ അറിയാനുള്ള അവകാശങ്ങളുണ്ടല്ലോ. ഇല്ല മാഡം, നിങ്ങൾക്ക് പണം തരുന്നവർക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിക്കാം. നിങ്ങൾ മുടക്കം വരുത്തിയ അവർക്ക് നിങ്ങൾക്ക് നോട്ടീസ് വായിക്കാം. എന്നിട്ട് മുടക്കം വരുത്തിയ മറുപടി ഇല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ വീട് തേടി വരാം. പക്ഷേ കടം വാങ്ങിച്ചവന് അവകാശമൊന്നുമില്ല. ഞാൻ ഉത്തരയായിട്ട് ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോ സ്വാമിക്ക് ഓർമ്മയുണ്ടല്ലോ, അന്ന് സ്വാമി സംസാരിച്ചത് ഇങ്ങനെയല്ലായിരുന്നു. അന്ന് ഹരി ജെആറിന്റെ കടക്കാരനല്ലായിരുന്നു, ജസ്റ്റ് എ ഫ്രീ മാൻ. ഇപ്പൊ എങ്ങനെയല്ലോ. അപ്പൊ ഇതൊരു ട്രാപ്പായിരുന്നു അല്ലേ? അയ്യോ, പണം ഒരു ട്രാപ്പായിരുന്നു എല്ലാ കാലത്തും. അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഒരുപാട് കുടുംബങ്ങളാണ്, അവരുടെ പ്രതീക്ഷകളാണ്. നിങ്ങളെപ്പോലുള്ളവര് തന്നെയാണ് സർ സാധാരണ മനുഷ്യരെ കണ്ണീര് കുടിപ്പിക്കുന്നത്. ഭാവങ്ങൾ ഉണ്ടാകട്ടെ മാഡം, നമ്മുടെ ദൈവങ്ങൾക്ക് പോലും അതല്ലേ ഇഷ്ടം. കൈ കൂപ്പി കരയുന്നവരുണ്ടാവും, അപ്പോഴല്ലേ അനുഗ്രഹത്തിന് വില ഉണ്ടാകൂ അല്ലേ? സ്വാമി ഏൽപ്പിച്ച കാര്യങ്ങള് സ്വാമി നന്നായിട്ട് ചെയ്യുന്നുണ്ട്.
JR നിങ്ങളെ കാണാൻ വരും. നിങ്ങൾക്കൂടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ എവിടെയാ JR തങ്ങുന്നത്? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എവിടെയാണെങ്കിലും JR ഒരു ലക്ഷ്യമുണ്ട്. ഗുഡ് മോർണിംഗ് ജയ. വെരി ഗുഡ് മോർണിംഗ് ഉത്തര. JR ആരാണെന്നറിയാൻ അന്വേഷണങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ചിലർക്ക് JRന്റെ പാസ്റ്റ് എന്താണെന്ന് അറിയണം, ചിലർക്ക് JRന്റെ ഫിനാൻഷ്യൽ സോഴ്സ് എന്താണെന്ന് അറിയണം. അന്വേഷകരോട് എന്തു പറഞ്ഞു ഉത്തര? ഐ ഡോണ്ട് നോ. സത്യത്തിൽ എനിക്കും അറിയില്ലല്ലോ JR ആരാണെന്ന്. JRന്റെ ഈ വരവ്, ഇതുവരെ എടുത്തിട്ടില്ലാത്ത നടപടികള്, JRനെ പേടിക്കുന്നവരുടെ കണ്ണുകളുടെ ഭയം. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, JR ഇവിടെ എന്തോ ആണ്. മേ ബി യുവർ പാസ്റ്റ്. ഉത്തര, അന്യഗ്രഹ ജീവികളെ കുറിച്ച് കേട്ടിട്ടില്ലേ? നിറം പിടിപ്പിച്ച എത്രയോ കഥകൾ അവരെ കുറിച്ചുണ്ട്. എന്തുകൊണ്ട് ഒരാൾക്കും കൃത്യമായിട്ടൊന്നും അറിയില്ല. ആർക്ക് വേണമെങ്കിലും വളർത്താം, വലുതാക്കാം. ഒരു കഥ കൂടി ഇരിക്കട്ടെ JRനെ കുറിച്ച്. പക്ഷേ ഈ ചങ്കൂറ്റം, ഷാർപ്പായ പെരുമാറ്റം, വാക്കുകളിൽ പോലും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികള്, ഐ റിയലി ലൈക്ക് ഇറ്റ്. അതുകൊണ്ടാണ് സ്വാമി എന്റെ മുമ്പിലേക്ക് വന്നപ്പോ ഞാൻ സമ്മതിച്ചത്. ഉത്തരയുടെ പ്രതിഫലം നമ്മൾ ഇതുവരെ സംസാരിച്ചില്ല. ഞാൻ ആഗ്രഹിക്കുന്ന പ്രതിഫലം എന്താണെന്ന് JR മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതിയത്. പണത്തിനോട് എനിക്ക് താല്പര്യമില്ല. ലോങ് ലീവിന് ശേഷം ഈ ജോലി വേണ്ടെന്ന് വെക്കാനായിരുന്നു എന്റെ തീരുമാനം. അത് തിരുത്തിയത് JR ആണ്. JRനോടുള്ള എന്റെ ആരാധനയാണ്. Do you understand what I mean? Yes. മധുര നൊമ്പരക്കാറ്റ്